മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കുറച്ച് പ്രോബ്ലം സെക്ഷനൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. ഗോസ് ലോ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. നെറ്റ് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗോഷ്യൻ സർഫസ് ഉണ്ട്, ക്ലോസ്ഡ് സർഫസ് ഉണ്ട്. ലെറ്റ് ദാറ്റ് ഗോഷ്യൻ സർഫസ് എൻക്ലോസസ് എ ക്യൂ ചാർജ്. Then the net flux passing through this Gaussian surface എന്ന് പറയുന്നത് 1/ε0 ടൈംസ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ഗോഷ്യൻ സർഫസ് ഉണ്ട്. ഓക്കെ, that is Gaussian surface encloses charges like Q1 is +2 mu c, Q2 is -4 mu c, and again Q3, okay, it is +3 microcoulomb. How we can find out the net flux passing through the Gaussian surface? The net flux is 1/ε0 times the net charge enclosed. Here the Gaussian surface encloses charges, 3 charges, Q1, Q2, Q3, and these are their respective magnitude. So how we can find out the resultant, the net charge? That is charge ആണ്, additive property ആണ്. അപ്പം നെറ്റ് ചാർജ് കണ്ടുപിടിക്കാൻ ആൾജിബ്രായിക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജ് എടുത്താൽ മതി. അപ്പോൾ ക്യൂ നെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾജിബ്രായിക് സം ഓഫ് ചാർജസ് ആണ്. Q1 + Q2 + Q3 ആണ്. ഓക്കെ, ദിസ് ഫസ്റ്റ് വൺ ഈസ് +2 + -4 + 3. So this is that is you will get 1 microcoulomb, right? So the net charge is only 1 microcoulomb. So it is 1 microcoulomb. That is a net flux. Next is we have a cubical Gaussian surface. We have a Gaussian surface like this. That would be a cubical one. Let this Gaussian surface encloses a charge Q coulomb. So the flux passing through that Gaussian surface is 1/ε0 times the net charge according to Gauss law. The cube are 6 faces are there, right? Then how we can find out the flux that is passing through one face of the cube? See, one face. 6 ഫേസിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് 1/ε0 ടൈംസ് ക്യൂ ആണെങ്കിൽ നമുക്കവിടെ ഒരു സിമെട്രി ഫീൽ ചെയ്യും. ഒരു റെക്ടാങ്കുലർ ബോക്സ് ആണെന്നേ ഉള്ളൂ. 6 ഫേസസ് ആണ് there. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ക്യൂ ചാർജിനെ എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫേസിലൂടെ എത്ര ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് 1/6 ഓഫ് നെറ്റ് ഫ്ലക്സ്. ദാറ്റ് ഈസ് 1/ε0 ടൈംസ് ക്യൂ നെറ്റ്. Is that clear? So, some more points. We have again we have the same arrangement. A cubical Gaussian surface like this, and we place the charge here. ഈ റെക്ടാങ്കുലർ ബോക്സ് എടുത്തിട്ടേ ബോക്സിൻ്റെ ഒരു ഫേസിൻ്റെ ടോപ്പിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ ചാർജിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. Let the charge is placed on face of the cubical Gaussian surface. You have to find out the flux passing through this cube. The flux passing through this cubical Gaussian surface. ഇപ്പോൾ ഗോസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഫസ്റ്റ് വി ഹാവ് ടു കൺസ്ട്രക്ട് എ ക്ലോസ്ഡ് സർഫസ് ഓർ എ ഗോഷ്യൻ സർഫസ്. ഇവിടെ ഇരിക്കുന്ന ചാർജിലാ ചാർജിൽ നിന്ന് ഫ്ലക്സ് എല്ലായിടത്തേക്കും പോവുകയാണ്. നമുക്കിതിനൊരു ഗോഷ്യൻ സർഫസ് ഉണ്ടാക്കണം, ക്ലോസ്ഡ് സർഫസ് ഉണ്ടാക്കണം. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് ഉണ്ടാക്കണമെങ്കിൽ വൃത്തം പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു കുട്ട എടുത്തിട്ടേ കുട്ട എടുത്ത് കമത്തി കൊടുക്കാം. ഗോഷ്യൻ സർഫസ് ആയില്ലേ? ആയി, സംശയമൊന്നും വേണ്ട. പക്ഷേ അങ്ങനെ ചെയ്യുക വഴി നിങ്ങൾക്ക് ഫ്ലെക്സ് പാസിംഗ് ത്രൂ വൺ ക്യൂബ്, ദിസ് ക്യൂബ്
കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ അത് എളുപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ക്യൂബ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ക്യൂബിൻ്റെ മേളിൽ പ്ലേസ് ചെയ്തു. ഇത് റെക്ടാങ്കുലർ ബോക്സ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ, ഐഡിയ ഒക്കെ സെയിം ആണ്. അപ്പോൾ ഈ ക്യൂബിൻ്റെ ടോപ്പിലിരിക്കുന്നത് ഈ പോയിന്റിലിരിക്കുന്ന ചാർജിനെ എൻക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ അതുപോലൊരു ബോക്സിനെ എടുത്ത് ഇതിൻ്റെ മേലിൽ വെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ രണ്ട് ബോക്സിലും കൂടി പാസ് ചെയ്യുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് 1/ε0 times q ആയിരിക്കും. സോ ദ ഫ്ലെക്സ് പാസിംഗ് ത്രൂ 1 cube ഈസ് half of that. That is 1/2 into 1/ε0 times the net charge enclosed. Is that clear? Next, ഞാൻ ഈ ചാർജിനെ എടുത്തത് ഈ ചാർജിനെ ഇവിടെ നിന്ന് മാറ്റി. Let it be placed here at one corner. നോക്കൂ, നമ്മുടെ ബോക്സ് പിന്നെ എന്താ പറയുക, റെക്ടാങ്കുലർ ബോക്സ് അല്ലെങ്കിൽ ക്യൂബിൻ്റെ ഒരു കോർണറിൽ കൊണ്ടുവന്ന് വെച്ചു. ഈ കോർണറിലിരിക്കുന്ന ചാർജിനെ നമുക്ക് ഗോസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസ് വേണം. ഇപ്പോൾ ക്ലോസ്ഡ് സർഫസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫ്ലെക്സ് പാസിംഗ് ത്രൂ ദിസ് ക്യൂബ് കണ്ടുപിടിക്കണമെങ്കിൽ ക്യൂബുകൾ ഉപയോഗിച്ച് തന്നെ ക്ലോസ്ഡ് സർഫസ് ഉണ്ടാക്കണം. ഇപ്പം ഞാൻ രണ്ടാമതൊരെണ്ണത്തിനെ കൊണ്ടുവന്നു, ലൈക്ക് ദിസ്. ഇനിയും കൊണ്ടുവരണം അല്ലേ, മൂന്നാമതൊരുത്തിനെ കൊണ്ടുവന്നു, നാലാമതൊരുത്തിനെ കൊണ്ടുവന്നു. അപ്പോൾ ചാർജ് ഇവിടെ ഇരിക്കുക. എവിടെ ഇരിക്കുകയാണ്? നേരത്തെ നമ്മൾ സെൻറ്ററിൽ ഇരുന്ന പോലെ. ഇനി ക്ലോസ്ഡ് സർഫസ് ആക്കണമെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മണ്ടയിൽ ഓരോന്നുകൂടെ കൊണ്ടുവയ്ക്കണം. അപ്പം മൊത്തം എത്ര ക്യൂബുകൾ ഉപയോഗിച്ചാൽ ഗോഷ്യൻ സർഫസ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ക്യൂബ്സ് വേണം. ഈസ് ദാറ്റ് ക്ലിയർ? നോക്കൂ, ചാർജ് ഇരിക്കുന്നത് ഗോഷ്യൻ ക്യൂബിൻ്റെ ഒരു കോർണറിലാണ്. നിങ്ങൾ രണ്ടാമതൊരു ക്യൂബിനെ കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്തു, മൂന്നാമത്തന്നെ ഇവിടെ, നാലാമത്തന്നെ ഇവിടെ. ഇനി അപ്പോൾ 4ൻ്റെയും ഇവിടെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? 4 എടുത്ത് മേളിൽ വെക്കണം. അപ്പോൾ മൊത്തം 8 ക്യൂബ് ഉപയോഗിക്കണം ഗോഷ്യൻ സർഫസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഫ്ലെക്സ് പാസിംഗ് ത്രൂ ഹിയർ ഇൻ ദിസ് കേസ് ദ ഫ്ലെക്സ് പാസിംഗ് ത്രൂ 8 ക്യൂബ് കിട്ടും 1/ε0 times q. So flex through 1 cube is okay 1 okay, flex through 1 cube is 1/8 of 1/ε0 times q. Is it clear? Next is ഒരു ഗോഷ്യൻ സർഫസ് ഉണ്ട് എന്നാവട്ടെ. And here you place a dipole. Dipole അറിയാലടാ, two equal but opposite charges separated by some distance. What is the net? What is the flux passing through this Gaussian cube? It is 1/ε0 times q net. What is q net here? Plus q plus minus q. Your answer is here. അപ്പോൾ ഫ്ലെക്സ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സ് ഒന്നും ഗോഷ്യൻ സർഫസിലൂടെ പാസ് ചെയ്യുന്നില്ല എന്നല്ല അതിൻ്റെ മീനിങ്. പ്ലസ് ക്യൂ ചാർജ് ആണെങ്കിൽ ഫ്ലെക്സ് ലൈൻസ് എന്ത് ചെയ്യുന്നു വെക്കുകയാണെങ്കിൽ ഓക്കെ ഗോഷ്യൻ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്, ഗോഷ്യൻ സർഫസിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ മൈനസ് ചാർജ് ഉണ്ട്, അപ്പം ഗോഷ്യൻ സർഫസിലൂടെ ഫ്ലെക്സ് ലൈൻസ് അകത്തേക്കും വരുന്നുണ്ട്. അപ്പോൾ ഫ്ലെക്സ് എൻ്ററിങ്ങും ഉണ്ട്, ഫ്ലെക്സ് ലീവിങ്ങും ഉണ്ട്. ഈക്വൽ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ ഈക്വലാണ്. അപ്പോൾ ഫ്ലെക്സ് എൻ്ററിങ്ങും ഫ്ലെക്സ് ലീവിങ്ങും ഈക്വലാണ്. അപ്പോൾ ഫ്ലെക്സ് എൻ്ററിങ്ങിന് നിങ്ങൾ പോസിറ്റീവ് സൈൻ കൊടുത്താൽ ഫ്ലെക്സ് ലീവിങ്ങിന് നിങ്ങൾ എന്ത് കൊടുക്കണം? ആ മൈനസ് സൈൻ കൊടുക്കണം, നെഗറ്റീവ് സൈൻ കൊടുക്കണം. അങ്ങനെ നെറ്റ് ഫ്ലെക്സ് എന്തായി പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയി പോകും. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണ്. സാധാരണഗതിയിൽ പലപ്പോഴും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാൻ പോവാണ്. ഇത് നോക്കിയോളൂ. We have an arrangement like this. A charge Q. Another charge, okay. This is Q1 and this is Q2. രണ്ട് ചാർജുകളുണ്ട്. ഒന്ന് Q1 ആണ്, മറ്റേത് Q2 ആണ്. ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ where should a third point charge be placed so that the third point charge is in equilibrium? ഈ അറേഞ്ച്മെൻറ്റിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊരു മൂന്നാമതൊരു പോയിന്റ് ചാർജിനെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. Here we have an arrangement of 2 point charges, right, separated by a distance r. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റിൽ ഒരു മൂന്നാമതൊരു തേർഡ് പോയിന്റ് ചാർജിനെ വെക്കാം. Q3 എന്ന് പറയുന്ന ഒരു ചാർജിനെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യുക വഴി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഇക്വിലിബ്രിയം അല്ലേടാ,
ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ, ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം അറിയാം, അതിലെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം? 0. ഫോർ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം സിഗ്മ ടോ ഈസ് 0. ദീസ് ആർ ദ കണ്ടീഷൻസ് ഫോർ ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിവിടെ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷനിലേക്ക് എടുക്കാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ ചാർജസ് ആണ്. ചാർജസ് ഇപ്പോൾ ലൈക്കും ഉണ്ട്, അൺലൈക്ക് ചാർജും ഉണ്ട്. നമുക്ക് ആദ്യം ലൈക്കിൽ തുടങ്ങാം അല്ലേ? പ്ലസ് Q1, ഓഫ് കോഴ്സ് പ്ലസ് Q2, ആൻഡ് ദിസ് ഈസ് എ മിഡ് പോയിന്റ്, ലെറ്റ് ഇറ്റ് ബി O. നമ്മളെന്ത് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫസ്റ്റ് കേസിൽ ഇങ്ങനെ എടുക്കാം. Q1 ആൻഡ് Q2 ആർ ഈക്വൽ. So 1 is plus Q, that charge is kept at A, and here B we place another charge plus Q. ഒരേ ലൈറ്റ് ചാർജസ് ആണ്. മോറോവർ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. ഞാൻ എൻ്റെ മിഡ് പോയിന്റ് O എന്ന് മാർക്ക് ചെയ്തു. നമ്മുടെ ഈ മിഡ് പോയിന്റ് ഞാനൊരു യൂണിറ്റ് ചാർജിനെ പ്ലേസ് ചെയ്തു. നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ് ആണ് വേണ്ടത്. തേർഡ് പോയിന്റ് ചാർജിനെ പ്ലേസ് ചെയ്യുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണം. എന്ന് വെച്ചാൽ ആ മൂന്നാമത്തെ പോയിന്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആകണം. ഫോഴ്സ് 0 ആണെങ്കിൽ ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ 0 ആകണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ O എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 ഫീൽഡുകൾ ഉണ്ടാവും. എയിൽ വെച്ചിരിക്കുന്ന പ്ലസ് Q ചാർജും ബിയിൽ വെച്ചിരിക്കുന്ന പ്ലസ് Q ചാർജും ഓയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഓഫർ ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു +1C വെക്കുക. ഈ +1Cയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആണ് ആക്ച്വലി അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫീൽഡ് അറ്റ് O ഡ്യൂ ടു ചാർജ് പ്ലേസ്ഡ് അറ്റ് A എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ ഞാൻ EA എന്ന് മാർക്ക് ചെയ്യാം. ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ പ്ലസ് ചാർജ് ഈ +1 എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ ഡയറക്ഷൻ എങ്ങോട്ട്? ടുവേർഡ്സ് റൈറ്റ്. ബിയിൽ വെച്ചിരിക്കുന്ന പ്ലസ് Q ചാർജ് ഈ +1 എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ ബിയുടെ ഡയറക്ഷൻ എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടുവേർഡ്സ് ലെഫ്റ്റ്. പോയിന്റ് ചാർജിന്ന് ഈ ഡിസ്റ്റൻസ് ഓക്കെ R/2, ഇതും എത്രയാ? R/2 തന്നെയാണ്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. Q ചാർജ് R ഡിസ്റ്റൻസ് അകലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് K × Q/R². ഇവിടെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് 2Q ആണ്, ഡിസ്റ്റൻസ് 2 R/2 ആണ്. എന്ന് വെച്ചാൽ രണ്ടിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റികൾ ഈക്വൽ ആണ്. എവിടെ? മിഡ് പോയിന്റിൽ. മിഡ് പോയിന്റ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. സോ ദ റിസൾട്ടന്റ് ഫീൽഡ് ഈസ് EA + EB എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 0 എന്ന് കിട്ടും. അപ്പോൾ നൾ പോയിന്റ് അഥവാ ഫീൽഡ് 0 ആകുന്ന പോയിന്റ് എവിടെയായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. ആർക്ക്? ലൈറ്റ് ചാർജസ്. ലൈറ്റ് ചാർജസ് മാത്രമല്ല, ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ നൾ പോയിന്റ് ഈസ്, യെസ്, ദാറ്റ് പോയിന്റ് ഈസ് ഓൺ ദ ലൈൻ കണക്റ്റിംഗ് ദ 2 ചാർജസ്, ആൻഡ് മോറോവർ ദാറ്റ് ഈസ് അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദാറ്റ് ലൈൻ. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ, എൻ്റെ രണ്ടാമത്തെ കേസിൽ ഇതിപ്പോൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, ലൈറ്റ് ചാർജസ് ആണ്. എഗെയിൻ ലൈറ്റ് ചാർജ് ആണ്, ബട്ട് ഈക്വൽ അല്ല മാഗ്നിറ്റ്യൂഡ്. എഗെയിൻ വി മാർക്ക് ദ മിഡ് പോയിന്റ് ഹിയർ. ഓക്കെ, ദിസ് ഇസ് എ പോയിന്റ് A ആൻഡ് ദിസ് ഇസ് എ പോയിന്റ് B. ഇവിടെ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓയിലാണ് E0 എന്ന് വീണ്ടും എടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു +1C കൊണ്ടുവച്ചു. കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കണ്ടീഷൻ എഴുതുകയാണ്, ലെറ്റ് Q1 ഈസ് ഗ്രേറ്റർ ദാൻ Q2. Q1 ഈസ് ഗ്രേറ്റർ ദാൻ Q2. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ R എന്ന് മാർക്ക് ചെയ്താൽ ഇതിനെയും ഞാൻ R എന്ന് മാർക്ക് ചെയ്യാം. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് K × Q/R² ആണ്. Q1 R രണ്ടിനും സെയിം ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി Kയും Rഉം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് എന്നാണ്. അപ്പോൾ Q1 ഗ്രേറ്റർ ദാൻ Q2 ആകുന്നു. അപ്പോൾ നിങ്ങളോട് എഴുതി വെക്കും, ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് A ഡോമിനേറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ പോയിന്റ് B. അപ്പോൾ ഇവിടെ മിഡ് പോയിന്റ് ഒരിക്കലും എന്താകത്തില്ല? നൾ പോയിന്റ് ആകത്തില്ല. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈക്വൽ ആകത്തില്ല, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വരില്ല. അപ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? നോക്കൂ, ഇവിടെ എയിലിരിക്കുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്. ആ മാഗ്നിറ്റ്യൂഡിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുക, പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഫീൽഡിന്റെ ഇന്റൻസിറ്റിയെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ എയിലിരിക്കുന്ന ചാർജിന്റെ ഡോമിനേഷനെ
ബാലൻസ് ചെയ്യാൻ ഡിസ്റ്റൻസ് കൂട്ടി കൊടുത്താൽ മതി. അപ്പം നൾ പോയിന്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? ഓയിൽ നിന്ന് ഓ ഡാഷിലേക്ക്. അപ്പോൾ വീണ്ടും ലൈറ്റ് ചാർജുകളാണെങ്കിൽ പ്ലസ് ചാർജ് ആണ്, രണ്ടും പ്ലസ് ആണ്. അല്ലെങ്കിൽ ഓക്കെ രണ്ടും പ്ലസ് ആണ്. രണ്ട് പ്ലസ് ആണെങ്കിൽ ലൈറ്റ് ചാർജ് എന്ന് ഇപ്പോൾ ഞാൻ പറയുന്നു, മൈനസ് നമുക്ക് നെഗറ്റീവ് കൂടെ എടുത്ത് ഡിസ്കസ് ചെയ്യാം. +Q1 +Q2 വന്നു കഴിഞ്ഞാൽ വീണ്ടും നൾ പോയിന്റ് എവിടെ വരും? ദാറ്റ് ഈസ് ഓൺ ദി ലൈൻ കണക്ടിങ് ദ ടു ചാർജസ് തന്നെയാണ്. ബട്ട് അതെങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? സ്മോളർ മാഗ്നിറ്റ്യൂഡ് ഉള്ള ചാർജിനടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ ടു ചാർജസ്. അഗൈൻ ദ നൾ പോയിന്റ് ഈസ് on the line connecting the two charges, and that is in between the two charges, and moreover that is close to the charge of smaller magnitude. അപ്പോൾ ഒരാൾക്കൊരു ഡൗട്ട് തോന്നടാ, അയാൾ പറയുകയാണ് ഇത് നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിലോ? അപ്പോൾ നമുക്ക് നെഗറ്റീവ് ചാർജ് എടുക്കാം അല്ലേ, -Q2. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ Q1 greater than Q2 എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സപ്പോസ് ഇഫ് യു പ്ലേസ് a +1C at the midpoint, എയിലിരിക്കുന്ന നെഗറ്റീവ് ചാർജിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. സോ ദിസ് ഈസ് EA, ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് ലെഫ്റ്റ്. ബിയിലിരിക്കുന്ന നെഗറ്റീവ് Q2 എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. സോ ദിസ് ഈസ് EB, ഡയറക്ഷൻ എങ്ങോട്ട്? ടുവേർഡ്സ് റൈറ്റ്. ഓപ്പോസിറ്റ് ആണ്. പക്ഷേ Q1 greater than Q2 വന്നു കഴിഞ്ഞാൽ EA ഡോമിനേറ്റ്സ് EB. ആ ഡോമിനേഷൻ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് കൂട്ടി കൊടുക്കണം. അപ്പോൾ വീണ്ടും അവിടെ എന്ത് തന്നെയാണ്? സ്മോളർ ചാർജിലേക്ക്. അപ്പോൾ ലൈറ്റ് ചാർജസ് വന്നു കഴിഞ്ഞാൽ കോമൺ ആയിട്ടൊരു കാര്യം നിങ്ങൾക്ക് പറയാം, നൾ പോയിന്റ് എവിടെ വരും? ഓൺ ദി ലൈൻ കണക്ടിങ് ദ ടു ചാർജസ് വരും. ഈക്വൽ മാഗ്നിറ്റ്യൂഡ് വന്നാൽ എവിടെ വരും? മിഡ് പോയിന്റിൽ വരും. അതല്ല ലൈറ്റ് ചാർജസ് ആണ്, ബട്ട് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ് ആണെങ്കിൽ ആ പോയിന്റ് നൾ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? സ്മോളർ മാഗ്നിറ്റ്യൂഡുള്ള ചാർജിനടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഇത് ലൈറ്റ് ചാർജസിൻ്റെ ഡിസ്കഷൻ. നമുക്ക് അൺലൈറ്റ് ചാർജസിലേക്ക് പോകാം. വി ഹാവ് ടു അൺലൈറ്റ് ചാർജസ് ഹിയർ. സോ വൺ ഈസ് +Q. These are the unlike charges. This is okay. One is +Q and other is -Q. നമുക്കിവിടെ സെയിം മാഗ്നിറ്റ്യൂഡ് എടുത്തതുപോലെ ഇത് ലൈക്കാണ്, ഇത് അൺലൈക്കാണ്, അത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും മിഡ് പോയിന്റിനെ മാർക്ക് ചെയ്തു. ഈസ് എ മിഡ് പോയിന്റ്. ഇവിടെ വന്നത് മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ കണക്ടിങ് ദ ടു ചാർജസ് ആണ് നൾ പോയിന്റ്. അപ്പോൾ ഇവിടെയാണെങ്കിലോ വീണ്ടും +1C വെച്ചു. എവിടെ? A, B. ഓക്കെ, സോ ദ ഫസ്റ്റ് ഫീൽഡ് ഈസ് EA. പ്ലസ് ചാർജ് പ്ലസിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. സോ ദ ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് റൈറ്റ്. -Q +1 എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ട്? റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇവിടെ ഏത് പോയിന്റ് വേണോ നിങ്ങൾ കൺസിഡർ ചെയ്തോ. ഇൻ ബിറ്റ്വീൻ ടു ചാർജസ് നൾ പോയിന്റ് ഉണ്ടാവുകയില്ല. ഒരിക്കലും നിങ്ങൾക്ക് നൾ പോയിന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പറയും പിന്നെ എവിടെ ഉണ്ടാവും? അപ്പോൾ ഈ ലൈൻ തന്നെയാണ്, ബട്ട് നമുക്ക് ഔട്ട്സൈഡിൽ ഒരു പോയിന്റ് എടുക്കാം. ഒരാൾക്കൊരു സംശയം തോന്നുന്നേ, ഇവിടെ ഇപ്പോൾ ഈ കേസിൽ ലൈനിൽ തന്നെ വരണം, ഇവിടെ വന്നു ഇവിടെയെന്ന് വരത്തില്ല. ദിസ് റീസൺ ഫീൽഡിന് ഡെഫിനറ്റ് ആയിട്ട് ഒരു റിസൾട്ടൻ്റ് വാല്യൂ ഉണ്ടാവും. ഇവിടെ ഞാൻ ഔട്ട്സൈഡിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഞാനൊരു +1C വെച്ചു. ഇവിടെ +Q ഈ +1 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാന്ന് വെച്ചാൽ +1 ഈ ചാർജിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. -Q ഇവനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. സോ പ്ലസ് ചാർജ് ഈ +1 എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളോട് പറയും അത് റിപ്പൽ ചെയ്യാണ്. -Q ഈ ചാർജിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പോൾ ഏത് ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യും? അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഇവിടെ ഞാൻ ഈ ഒരു ഡയറക്ഷൻ മാർക്ക് ചെയ്യുകയാണ്, അത് +Q ഇവനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്തു. സോ ദ ഡയറക്ഷൻ ഓഫ് EA ഈസ് ടുവേർഡ്സ് റൈറ്റ് ആൻഡ് ഹിയർ EB ഈസ് ടുവേർഡ്സ് ലെഫ്റ്റ്. എന്താ EB എന്ന് എഴുതിയപ്പോൾ തന്നെ മാഗ്നിറ്റ്യൂഡ് കൂട്ടിയത്? ആ ചാർജിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡിസ്റ്റൻസ് കുറവാണ്. ഡിസ്റ്റൻസ് കുറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡോമിനേറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ഇനി ഇവിടെ എവിടെ പോയാലും BK റൈറ്റിലേക്ക് ഏത് പോയിന്റിൽ പോയാലും
EB dominates EA. അപ്പം പിന്നെ ഇവിടെ വരാല്ലേ. Now EA dominates EB. എന്ന് പറഞ്ഞാൽ അൺലൈക്ക് ചാർജസ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ നൽ പോയിന്റ് ഇല്ല, നൽ പോയിന്റേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ് വന്നാലോടെ എയിലിരിക്കുന്ന എ ഉണ്ട്, ഓക്കെ, ബി ഉണ്ട്. എയിലിരിക്കുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് +Q1, ബിയിലിരിക്കുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് -Q2. കണ്ടീഷൻ പറഞ്ഞു, ലെറ്റ് +Q1 ഈസ് ഗ്രേറ്റർ ദാൻ Q2. ഇപ്പൊ Q1ന്റെ വാല്യൂ Q2നേക്കാൾ കൂടിയാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ മനസ്സിലായി, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ വന്നുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോ. ഇവിടെ പക്ഷേ Q1 ഡോമിനേറ്റ്സ് Q2 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട്സൈഡ് ഒരു പോയിന്റ് എടുത്തു, ഈ പോയിന്റ് എടുത്തു. ഇവിടുത്തെ ഫീൽഡ് ആരെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യും? എയും ബിയും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ എയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? പ്ലസ് ചാർജ്. ഇവിടെ ഇരിക്കുന്ന +1C എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഈ ബി എന്ത് ചെയ്യും? ബിയിലിരിക്കുന്ന ചാർജിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. പക്ഷേ ഡിസ്റ്റൻസ് കൂടി കെ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q/R² ആണ്. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്, ഡിസ്റ്റൻസും കൂടി. ഈ മാഗ്നിറ്റ്യൂഡ് കൂടി ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻക്രീസിനെ ഡിസ്റ്റൻസ് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് Q2 ഉപയോഗിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നൾ പോയിന്റ് കിട്ടും അൺലൈക്ക് ചാർജസിൽ if the charges are differ in their magnitude, and the null point is again on the line connecting the two charges, okay, but outside the charges, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഔട്ട്സൈഡ് ദ ചാർജസ് ആണ്. എവിടെ വരും? നിയറർ ടു ദ ചാർജ് ഓഫ് സ്മാളർ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എല്ലായ്പ്പോഴും അതാണ് നമ്മൾ നോക്കേണ്ടത്. മാഗ്നിറ്റ്യൂഡ് ഡിഫറൻസ് ആണെങ്കിൽ സ്മോളർ മാഗ്നിറ്റ്യൂഡുള്ള ചാർജിനടുത്തേക്കായിരിക്കും നൽ പോയിന്റ് വരിക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജനറൽ ഡിസ്കഷൻ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ Q1 Q2 എന്ന് എടുത്തിട്ടാണ് ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ Q1നും Q2നും ഒരു +2 എന്നോ +3 എന്നോ -2 എന്നും ഒക്കെ വാല്യൂസ് ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ ന്യൂമറിക്കൽ പ്രോബ്ലം ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമ്മുടെ എന്താ പറയുക, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നൊരു ടോപ്പിക്കിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഒന്ന് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരണം. ഓക്കെ.